ഇനി നമുക്ക് പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് 2 പൊട്ടാറ്റോ എടുത്തിട്ടോ നന്നായിട്ട് ചെത്തിയെടുത്തു. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കാം. വെള്ളമൊക്കെ പറഞ്ഞ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നന്നായിട്ട് ചെത്തിയെടുക്കാം. കഴുകി വൃത്തിയാക്കിയത് ഉരുളക്കിഴങ്ങ് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു സംഭവം എടുത്തിട്ട് നമുക്ക് മുറിച്ചെടുക്കുകയാണെ. ഒരു തിക്നെസ് ആയാണ് കിട്ടുന്നത് കേട്ടോ. എന്നിട്ട് വേറെ പാത്രത്തിൽ നമുക്ക് തണുത്ത വെള്ളം, ഫ്രിഡ്ജിലെടുത്ത തണുത്ത വെള്ളം അത് വെച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ടിട്ട് 10 മിനിറ്റ് വരെ കാത്തിക്കണം. പിന്നെ ഉപ്പിടണം കേട്ടോ. ഉപ്പിട്ടിട്ട് നമുക്ക് 10 മിനിറ്റ് അതിൽ വെക്കണം. എന്നിട്ട് നമ്മൾ കോട്ടൺ ആയ തുണിയിലേക്ക് ഈ പൊട്ടാറ്റോ ഇട്ടിട്ട് നമുക്ക് ഉറങ്ങീച്ചായിട്ട് പൊട്ടാറ്റോ ഇട്ടിട്ട് തുടച്ച് വൃത്തിയാക്കാം. വെള്ളം പോകുന്ന വരെ തുടയ്ക്കണം കേട്ടോ. വെള്ളം പോകുന്ന വരെ നല്ല തുടയ്ക്കണം കേട്ടോ. ഇനി വേറെ പാത്രം എടുത്തിട്ട് നമുക്ക് ഓയിൽ, പാനാണ് കേട്ടോ. പാനിൽ നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ പൊട്ടാറ്റോ ഉണ്ടല്ലോ അത് നമ്മൾ പാനിലേക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇടാം. ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിടണം കേട്ടോ. ഈ ഒരു ബ്രൗൺ ആകുന്ന വരെ ഒന്ന് ഇളക്കിയിട്ടിട്ട് നമ്മൾ തിരിച്ച് മറിച്ചിടണേ. നന്നായിട്ട് മുറിയുന്ന വരെ പൊരിച്ചെടുക്കണേ. എന്നിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഒന്ന് കുറച്ചും കൂടി നേരുണ്ട് പൊട്ടാറ്റോ, അത് നമുക്ക് പാനിലേക്ക് ഇടാം. അതും ബ്രൗൺ ആവുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബ്രൗൺ ആവുന്ന വരെ നമ്മൾ തിരിച്ച് മറിച്ചിടണേ. അങ്ങനെ എല്ലാം പൊട്ടാറ്റോ നമ്മളിവിടെ പൊരിച്ചെടുത്തു കേട്ടോ. ഇനി നമുക്ക് മസാലേൻ്റെ പരിപാടിയാണ്. ഇവിടെ മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ആവശ്യമില്ല കേട്ടോ. ഉപ്പ് ആദ്യം ഇട്ടതാണ്. പിന്നെ നമ്മൾ ചാട്ട് മസാല ഇട്ടിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, ബൈ.